നമ്മുടെ സോളോ ട്രാവൽ എപ്പിസോഡിലെ രണ്ടാമത്തെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഊട്ടി ടോയ് ട്രെയിനാണ്. അതെങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് നിന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് യശ്വന്ത്പൂർ എക്സ്പ്രസ്സിലാണ്. രാത്രി 7:30 നമ്മുടെ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി കോയമ്പത്തൂരിൽ 11:17 എത്തും. അപ്പോൾ ഇതിന്റെ ടിക്കറ്റ് റേറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ 75 രൂപയും സ്ലീപ്പർ ആണെങ്കിൽ 180, അതുപോലെ 2 സീറ്റ് ആണെങ്കിൽ 120 ഒക്കെ വരും ഏകദേശം. അതുപോലെ നമ്മൾ 11:17 നമ്മൾ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 5:20 പുലർച്ചെ 5:20 നീലഗിരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള സമയം നമ്മൾ അവിടെ ഫ്രഷപ്പ് ചെയ്യാനും ഡ്രസ് ചേഞ്ച് ചെയ്യാനും വിശ്രമിക്കാനും ഒക്കെ നമുക്ക് സ്ഥലമുണ്ട്. അവിടെ നല്ല AC വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് മണിക്കൂറിന് 30 രൂപയാവുന്നുള്ളൂ. നിങ്ങൾക്ക് അവിടെ തൊട്ടടുത്ത് റൂമൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു വെയിറ്റിംഗ് ഏരിയയിലോ അല്ലെങ്കിൽ റിട്ടയർ റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രെയിൻ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ പുലർച്ചെ 5:20 നീലഗിരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ നമ്മൾ ജനറൽ ടിക്കറ്റാണ് നമ്മൾ എടുത്തുന്നത്. അതിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 6:20 മേട്ടുപ്പാളയം എത്തും. ടിക്കറ്റ് നമ്മൾ സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ 180 അങ്ങനെ ആ റേഞ്ചിൽ വരും. അപ്പോൾ മേട്ടുപ്പാളയം എത്തിക്കഴിഞ്ഞാൽ രാവിലെ 7 മണിക്കാണ് നമ്മൾ ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് 290 രൂപ ആണ് ഊട്ടിയിലേക്ക് ഉള്ള യാത്രാ ചെലവ്. ഇത് മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണം നിർബന്ധമായിട്ടും. 12 മണിക്കാണ് നമ്മൾ ഊട്ടിയിൽ എത്തിച്ചേരുക. അതായത് ഏകദേശം 5 മണിക്കൂർ നമുക്ക് ട്രാവലിംഗ് ടൈമുണ്ട്. ഇനി നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വൈബ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചതും പുരാതനവും അപൂർവവുമായ ട്രെയിൻ റൂട്ടുകളിൽ ഒന്നാണ് നമ്മുടെ ഊട്ടി മേട്ടുപ്പാളയം ടു ഊട്ടി വരെയുള്ള നമ്മുടെ റെയിൽവേ ഗതാഗതം. അപ്പൊ ഈ റൂട്ടില് ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മറ്റേ ട്രെയിൻ പുറപ്പെടുന്ന സമയം രാവിലെ കൂടെ ആയതുകൊണ്ട് നമുക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ റൂട്ടിൽ സമ്മാനിക്കാം. നമ്മളെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ സ്റ്റീം എഞ്ചിന്റെ ഒരു ഫീൽ തരുന്നൊരു യാത്ര. അത് അതിമനോഹരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. അത് ശരിക്കും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് അനുഭവിച്ചറിയേണ്ട ഒരു യാത്രയാണ്. എല്ലാവരും ഇത് യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം. അപ്പൊ അതിരാവിലെയുള്ളൊരു യാത്രയാണ്. അതുപോലെ പുതിയ പുതിയ റെയിൽവേ റൂട്ടുകൾ, നമുക്ക് പഴയ കാലത്തെ ലൗഡേൽ, കൂനൂർ തുടങ്ങിയ മനോഹരമായിട്ടുള്ള സ്റ്റേഷനുകൾ, അതൊക്കെ ഈ 5 മണിക്കൂർ നീളുന്ന യാത്രയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് ഒരു ദിവസത്തേക്കാണോ അതോ ഊട്ടി ടോയ് ട്രെയിൻ മാത്രമാണോ നിങ്ങൾ ട്രാവൽ അങ്ങനെയാണോ പ്ലാന്, അതോ അവിടെ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ നമ്മൾ സ്റ്റേ പ്ലാൻഡോ, അതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 12 മണിക്ക് അവിടെ എത്തുന്ന ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹാഫ് ഡേയും കൂടെ അവിടെ കറങ്ങാനുള്ള സമയത്ത്, ഇപ്പോൾ 1 ഡേ മാത്രമാണെങ്കിൽ ഒരു ഹാഫ് ഡേയും കൂടെ കിട്ടും. ഈവനിങ് ആണ് നിങ്ങൾ യാത്ര തിരിക്കുന്നതെങ്കിൽ ഒരു ഹാഫ് ഡേ കിട്ടും. അപ്പൊ തൊട്ടടുത്ത്, അതായത് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിങ്ങൾക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഊട്ടിയിലേക്ക് പോയപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ്, സീനറിയാണ് അവിടെ ഉള്ളത്. പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അവിടെയും ഒരു ടോയ് ട്രെയിൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് ഏകദേശം ഈവനിങ് ആവും. പിന്നെ നമ്മുടെ ഊട്ടി ബസ് സ്റ്റേഷൻസും ഒക്കെ അടുത്ത് തന്നെയാണ്. അവിടെ നമുക്ക് ഇനിയിപ്പോൾ ബസ്സിനാണ് തിരിച്ചു വരുന്നത് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 1-2 ദിവസമൊക്കെ അവിടെ പ്ലാൻ ചെയ്യുന്നവർക്ക് അവിടെ റൂമൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെയും പ്ലാൻ ചെയ്യാം. ഞാൻ അന്ന് ഈവനിങ് തന്നെ തിരിച്ച് ബസ്സിന് തന്നെ വരുന്നതുകൊണ്ട് എനിക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നില്ല ഈ ടോയ് ട്രെയിൻ പോയ ദിവസം കേട്ടോ. നമ്മൾ ഇത്രയും ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ഇനിയിപ്പോൾ അതിന്റെ മറ്റൊരു വശം കൂടെ നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 5 മണിക്കൂർ, ഞാൻ നേരത്തെ പറഞ്ഞു 5 മണിക്കൂർ നീളുന്ന യാത്രയാണ്. അപ്പൊ ദീർഘദൂര യാത്ര ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊരു 30 കിലോമീറ്റർ വേഗതയിലൊക്കെ ഈ ട്രെയിനിൽ പോകുന്നുള്ളൂ. അതാണ് ഇത്രയും സമയം എടുക്കുന്നത്. സംഭവം ഒരു 30 കിലോമീറ്റർ, അത്രയും കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല മേട്ടുപ്പാളയം ടു ഊട്ടിക്ക്. പക്ഷെ അതിന്റെ വേഗത കുറവാണ്, പഴയ ട്രെയിനൊക്കെ ആയതുകൊണ്ട്. അപ്പം 5 മണിക്കൂർ നീളുന്ന യാത്രയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളൊന്ന് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം അവരുടെ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. അപ്പം അവിടുത്തെ ടോയ്ലറ്റുകൾ ഒരു സാധാ ആവറേജ് നിലവാരമുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ നിങ്ങൾക്കിപ്പോൾ അവിടെ ഫ്രഷപ്പ് ചെയ്യാൻ നമുക്കിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനോ പോലത്തെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റൂമൊന്നും എടുക്കാത്തവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ വിൻഡോ സീറ്റ് ഒരു പ്രശ്നമാണ്. ഇപ്പൊ ടോയ് ട്രെയിനിൽ വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ യാത്ര ഒട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് വലിയൊരു നഷ്ടമായിരിക്കും വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ. അപ്പൊ നിങ്ങൾ മുൻകൂട്ടി അവിടെ പോയി ജനറൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ലക്കാണ്, അല്ലാത്തവർ വിൻഡോ സീറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ മുതിർന്നവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, പ്രായമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള യാത്രക്കാർക്ക് 5 മണിക്കൂറൊക്കെ ഭയങ്കരമായിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കുക. പിന്നെ നന്നായിട്ട് ഉറങ്ങുക തലേദിവസം. ഉറക്കം ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ നമ്മൾ രാവിലെ തന്നെ ഈ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ യാത്ര മിസ്സാവും. അപ്പോൾ തലേദിവസം ഉറങ്ങുക, നിർബന്ധമായിട്ട് ഉറങ്ങുക. ഉറക്കം പ്രശ്നമുള്ളവർ നമ്മൾ റൂം എടുത്തിട്ടുണ്ടെങ്കിലും ഉറങ്ങുക, അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുക. നമ്മൾ തലേദിവസം ഫ്രഷപ്പ് ചെയ്യാൻ അവിടെയൊക്കെ ഇരുന്ന് നേരം വെളുപ്പിക്കുന്നവർക്ക് പിറ്റേ ദിവസം ഉറക്കം എന്തായാലും പ്രശ്നമാവും. അപ്പം നമുക്ക് ഈ സമയം, ഈ യാത്രയുടെ ആ മനോഹാരിത നഷ്ടപ്പെടും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മേട്ടുപ്പാളയത്ത് നിന്ന് കയറുമ്പോൾ ആവശ്യത്തിനുള്ള ഫുഡ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം മേട്ടുപ്പാളയം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. അതായത് 12 മണിയോ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേഷനിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അത് ഭയങ്കര തിരക്കാവും, പെട്ടെന്ന് ചിലപ്പോൾ തീർന്നു പോകും. പക്ഷേ അതും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തും 12 മണിയാവും. അപ്പോൾ വിശപ്പും ഉറക്കമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാവും. അപ്പോൾ ഫുഡ് കൈ കരുതാൻ പ്രത്യേകം കരുതുക. കാരണം വേറെ പോകുന്നിടത്തൊന്നും നമുക്ക് ഫുഡ് കിട്ടൂല. പിന്നെ ടോയ് ട്രെയിനിൽ പോകുന്നൊരു മേട്ടുപ്പാളയം ടു ഊട്ടി തന്നെ പോവാം. അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മേട്ടുപ്പാളയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ ഇടയിൽ നിന്ന് കയറി കുറച്ച് ദൂരം കയറി ഇറങ്ങുന്ന പരിപാടി നമ്മൾ ഒഴിവാക്കുക. കാരണം മേട്ടുപ്പാളയത്ത് നിന്ന് തുടങ്ങി ആ സ്റ്റാർട്ടിങ്ങിൽ നല്ല അടിപൊളി വ്യൂസ് ആണ്. അപ്പോൾ അത് ഒരിക്കലും മിസ്സാവാണ്ടിരിക്കുക. നിങ്ങൾ ടോയ് ട്രെയിനിൽ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മേട്ടുപ്പാളയം ടു ഊട്ടി തന്നെ എടുക്കുക. ആദ്യം തൊട്ട് അവസാനം തന്നെ എടുക്കുക. ഇനി റിട്ടേൺ പ്ലാൻ ആണ്. റിട്ടേൺ നിങ്ങൾ എങ്ങനെയാണ്, രാത്രി നിങ്ങൾ ഊട്ടി കറങ്ങാൻ വേറൊരു ദിവസം എടുത്ത് ടോയ് ട്രെയിനുമായിട്ട് മാത്രമായിട്ട് ഒരു 1 ഡേ പ്ലാൻ ചെയ്യുന്നതാണ് ശരിക്കും നല്ലത്. ഇപ്പോൾ ഊട്ടി രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ റിട്ടേൺ എന്ന് വെച്ചാൽ അന്ന് വൈകിട്ട് ഞാൻ ഊട്ടി ബസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് ബസ് കയറി. അത് എനിക്ക് തോന്നുന്നു 3:30-4 മണിക്ക് അവിടെ ഒരു ബസ് ഉണ്ട്. ആ ബസ് ഇവിടെ ഏകദേശം 8-9 മണിക്കുള്ളിൽ എത്തി. കറക്റ്റ് ടൈം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും, ഞാൻ കറക്റ്റ് അത് ഓർക്കുന്നില്ല. പക്ഷേ ഏകദേശം ടൈം എന്താണ് 3:30-4 മണിൻ്റെ ഉള്ളിൽ. പിന്നെ രാത്രി ഇവിടെ എത്തുമ്പോൾ 8:30-9 മണി. അപ്പോൾ നിങ്ങൾ 3:30 കണക്കാക്കേണ്ട, 3 മണിക്ക് തന്നെ എത്തിയാൽ നന്നായിരിക്കും. അവിടെ അന്വേഷിക്കുക അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഊട്ടി ട്രെയിനിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഉടനെ കാണാം. താങ്ക്